എന്താണ് കാണിക്കുന്നത്? രണ്ടുപേരുടെയും കൂടി കൈയിട്ട് രണ്ടുപേരും ചീത്താക്കണ്ടെന്ന് കരുതിയാ. ഇതെല്ലാം മറ്റുള്ളവരുടെ കൈ കൊണ്ടാണോ? സ്വന്തം കൈ കൊണ്ട് വേണം. സ്വന്തം കൈ, സ്വന്തം കൈയുടെ കാര്യം പറഞ്ഞ ഒരാള്. എന്നിട്ട് ഈ സ്വന്തം കൈയുടെ എന്ത് നേടി? നാട് നീളെ വീട് പണിത് കൊടുത്ത മുതലാളി സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോയി. നാട്ടിലുള്ള പമ്പള്ളേരെല്ലാം കല്യാണം നടത്തി കൊടുത്ത ഈ മുതലാളി സ്വന്തം പെങ്ങളുടെ കാര്യം മറന്നുപോയി. എന്തിനധികം സ്വന്തം പെങ്ങള് പോയിട്ട് ഈ മുതലാളി ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിപ്പ അവിടെ ഉണ്ട്, ചത്ത, ജീവിച്ചിരിപ്പണ്ട, ഇത് വല്ലതും മുതലാളി അന്വേഷിച്ച. എന്നിട്ടിപ്പ സ്വന്തം പറഞ്ഞ ഒരാള്. അവള് നമ്മുടെ ഐശ്വര്യം വരുന്നു മുതലാളി. അവള് പോയതോടെ നമ്മളെല്ലാം പോയില്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവളെ കാണണമെന്ന് മുതലാളി ആഗ്രഹിച്ചിട്ടുണ്ടാ? അല്ല ഉണ്ടാ? അവളിപ്പോ എവിടെ ഉണ്ടോ? അത് ചിയാമി കാണിച്ചു തരാ. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചിയാമിക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല മുതലാളി. അത് ചിയാമി കാണിച്ചു. ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്ത മുക്കാളറുക. മുതലാളിക്ക് അറിയാമോ, കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അൺലോഡിംഗ് പാർട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കൊറേ നേരമായാലും നടക്കാൻ തുടങ്ങിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ! മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മുതലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ ഉണ്ട്, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കുളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടാ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. അയ്യോ, ഒടുക്കത്തെ വഴി. അയ്യോ, നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നു. അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേത് ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെന്നെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. പരമനല്ല, രാമൻ. രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ, അവക്ക് പരമ സുഖല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്. പോവാ മുതലാളി. എന്തൊരു ആത്മാർത്ഥ. കേറ് മുതലാളി. കേരടാ ഇങ്ങോട്ട്.
എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ? അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ. മുതലാളി മുതലാളി അവൻ പോണു. മുതലാളി മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. അതല്ല, അതിന്റെ നമ്പറാണോ? കവിച്ചു വെച്ചാ പോരെ. മുതലാളി, നീ ഒരു ബാൻഡ് സെറ്റുകാരി. അല്ലടാ, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ പെണ്ണല്ലേ? അവിടെ ഇരുന്നു. ഞാൻ അങ്ങോട്ട് പോകോ? വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാം. ആരാ? വനിതയല്ലേ സെക്യൂരിറ്റി? ആരെ കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ പോവാ. എന്റെ പെങ്ങൾ നിന്റെ ഭാര്യയോ അതവിടുത്തെ വേലക്കാരത്തിയോ? പാടോ പുല്ല്, പാടോ പാടോ. രാമേട്ടാ, ഞാൻ പറയാം. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്നത്? കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയാ. ഇപ്പൊ രാമേട്ട ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ആരെങ്കിലും കണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. ഓ, രക്ഷപ്പെട്ട്. എടാ, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ, നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ, നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? ആ, നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലമൊക്കല്ലേ? നോക്കിയോ നോക്കിയോ. ചെല്ലു. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. എന്തിന് ഭയം? ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. അയ്യോ, ഞാൻ വന്നിരിക്കാം.